വെൽക്കം ബാക്ക് ഗൈസ്. നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൽ മിലോസ് ഡ്രിഞ്ചിച്ചിന് പകരം ഇനി ആര്? ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ ഞാൻ തല പുകഞ്ഞ് ആലോചിച്ചു. അങ്ങനെയുള്ള ഒരു ആലോചനയുടെ ഒടുവിൽ ഈ സീസണിന്റെ അവസാനം ഫ്രീ ഏജന്റുകളാവുന്ന ഏകദേശം 40 സെന്റർ ബാക്കുകളെ ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ആ ഒരു ലിസ്റ്റിൽ പരാഗ്വേ ക്യാപ്റ്റനായ ഫാബിയൻ ബാൽബുവന, ബെൽജിയത്തിന്റെ ജെയ്സൺ ഡെനയർ, കൊസവോയുടെ ഇബ്രാഹിം ഡ്രസവിച്ചും ജോർജിയയുടെ ലാഷ ദ്വാലിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും തന്നെ അടുത്ത 1-2 മാസങ്ങളിൽ ഫ്രീ ഏജന്റുകൾ ആവുമെങ്കിലും അവരാരും ഇന്ത്യയിലേക്ക് പെട്ടിയും കിടക്കി എടുത്ത് വരില്ലെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ആ ലിസ്റ്റിനെ നമ്മുടെ കൊക്കിലൊതുങ്ങുന്ന 15 സെന്റർ ബാക്കുകളായിട്ട് വീണ്ടും വെട്ടിക്കുറച്ചു. ആ 15 പേരെ പിന്നീട് ഞാൻ വീണ്ടും വെട്ടിക്കുറച്ച് വെറും 5 പേരായിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ഇതിപ്പോ വെട്ടിക്കുറച്ച് നമ്മുടെ ക്ലബിന്റെ ട്രാൻസ്ഫർ ബഡ്ജറ്റ് പോലെയാണല്ലോ പോക്ക് എന്നാണോ നിങ്ങളിപ്പോ ആലോചിച്ചത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളെ തെറ്റു പറയാനാവില്ല. ഞാൻ ഈ 5 പേരിലേക്ക് എത്താൻ കുറച്ച് കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആ ഫാക്ടറുകൾ എന്താണെന്ന് ആദ്യം തന്നെ പറയാം. ഈ ലീഗിലെ ഇപ്പോൾ ഉള്ള ഏറ്റവും ബെസ്റ്റ് സെന്റർ ബാക്ക് ആൽബർട്ടോ റോഡ്രിഗേസ് ആണെന്ന് ഞാൻ എൻ്റെ പല വീഡിയോകളിലും എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റോഡ്രിഗേസിനെ ഒരു ബെഞ്ച് മാർക്കായി വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ലിസ്റ്റിലെ ഒരു ഡിഫൻഡർ പോലും 32 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരല്ല. അതുപോലെ തന്നെ അവരുടെ മാർക്കറ്റ് വാല്യൂവും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ISLലെ എക്സാക്ട് നമ്പറുകൾ അറിയില്ലെങ്കിലും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ ലീഗിലെ ഏറ്റവും ഹയസ്റ്റ് പ്ലെയർ പാക്കേജ് ഏകദേശം 10.5 കോടി രൂപ അലസാൻഡ്രോ ഡെൽപിയറോയ്ക്ക് ഡൽഹി ഡൈനാമോസ് നൽകിയതാണെന്നാണ്. ഇതൊരു എക്സാക്ട് നമ്പർ അല്ലെങ്കിൽ പോലും ഏകദേശം ഈ ഒരു റേഞ്ചാണ് ISLൽ ഒരു ക്ലബ്ബ് ഒരു ഫോറിൻ പ്ലെയറിനായിട്ട് മുടക്കിയിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇത് പണ്ട് ആ മാർക്കി റൂളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള സമയമാണ്. ഇപ്പൊ ലീഗ് ഒരുപാട് ഡെവലപ്പായി. അതുകൊണ്ട് തന്നെ ആരും ഇത്രയും തുകയൊന്നും സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഒരു പ്ലെയറിന് വേണ്ടി മാത്രം നമ്മുടെ ക്ലബ്ബ് 10 കോടിയൊന്നും ചെലവാക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ മാർക്കറ്റ് വാല്യൂ ബെഞ്ച് മാർക്ക് വെച്ചിരിക്കുന്നത് ഏകദേശം 7 കോടിയാണ്. പിന്നെ ഒരു കാര്യം എടുത്തു പറയട്ടെ, 7 കോടി എന്നുള്ളത് ഒരു റഫ് എസ്റ്റിമേറ്റ് ആണ്. ഈ ലിസ്റ്റിൽ കോൺട്രാക്ട് കഴിയാൻ 2 മാസം ഉള്ളവരും 6 മാസം ഉള്ളവരും ഇപ്പോൾ ഒരു കോൺട്രാക്ട് പോലും ഇല്ലാത്ത പ്ലെയേഴ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു നമ്പറിനേക്കാളും വളരെ കുറവായിരിക്കും നമ്മൾ ചെലവാക്കേണ്ട ആ ഒരു എമൗണ്ട്. എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് മിലോസ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എനിക്കിവിടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഞാൻ ഈ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങുന്നത് 2023-24 സീസണിലാണ്. അന്ന് നമ്മൾ യൂട്യൂബിലൊന്നും അത്ര ആക്റ്റീവ് അല്ല. എന്നാലും ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ കുറച്ച് വീഡിയോസ് ചെയ്യും. കൂടുതലും ഇൻസ്റ്റഗ്രാമിലാണ് വീഡിയോ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മുടെ ഒരു വീഡിയോന്റെ പ്രിപ്പറേഷന്റെ ഇടയിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ ലുലു മോളിൽ വെച്ച് മിലോസിനെ കാണുകയുണ്ടായി. ആൻഡ് ഞങ്ങളൊരു 10-15 മിനിറ്റ് അവിടെ നിന്ന് സംസാരിക്കുകയും ചെയ്തു. ആ ഒരു സമയത്ത് ഞാൻ ഇൻസ്റ്റഗ്രാം റീലിന് വേണ്ടി എഡിറ്റ് ചെയ്ത ഒരു വീഡിയോ ഞാൻ മിലോസിനെ കാണിക്കുകയും അത് കണ്ട് പുള്ളിക്ക് ഒരുപാട് സന്തോഷമൊക്കെ ആയിരുന്നു. പിന്നീട് പലതവണയായി ട്രെയിനിങ്ങിന്റെ സമയത്തും പ്ലേയേഴ്സ് മീറ്റിംഗിലും ഒക്കെ ഞാൻ മിലോസിനെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പേഴ്സണലി എനിക്കൊരു കണക്ഷൻ ഉള്ള പ്ലെയർ തന്നെയാണ് മിലോസ്. എന്ന് വെച്ച് പുള്ളിയുടെ പെർഫോമൻസ് നന്നാവാതിരുന്നപ്പോൾ ഞാൻ ഒരിക്കലും അതിനെ ഡിഫെൻഡ് ചെയ്തിട്ടില്ല. നമ്മുടെ ക്ലബിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര നല്ല മനുഷ്യനായിക്കോട്ടെ, പെർഫോമൻസുകൾ ഇല്ലെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് മാറ്റർ. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സും മിലോസും തമ്മിൽ വേർപിരിയുകയാണെന്നുള്ള വാർത്തകൾ കേട്ടപ്പോൾ ജെന്യുവൻലി ഞാൻ ആഗ്രഹിക്കുന്നത് മിലോസിന് നല്ലൊരു കരിയർ വേറെ എവിടെയെങ്കിലും ഉണ്ടാവട്ടെ എന്നാണ്. പ്രായം വെച്ച് നോക്കുമ്പോൾ ഇനിയും ഒരുപാട് വർഷങ്ങൾ മിലോസിന് കളിക്കാനുണ്ട്. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൂടെ ആവുമ്പോൾ ഈ ഒരു പ്ലെയർ ഇനിയും ബെറ്റർ ആവുമെന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇനി ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാണ്ട് മിലോസിനെ റിപ്ലേസ് ചെയ്യാനായി കേരള ബ്ലാസ്റ്റേഴ്സിന് സൈൻ ചെയ്യാവുന്ന 5 താരങ്ങളെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 5ാമത്തെ പ്ലെയർ ആന്റോണിയോ ക്രിസ്ത്യൻ ഗ്ലൗഡർ. 29 വയസ്സുകാരനായ ഈ സ്പാനിഷ് സെന്റർ ബാക്ക് നമ്മുടെ ലിസ്റ്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ്. യൂത്ത് ലെവലിൽ ബാർസലോണ ഉൾപ്പെടെ പല ക്ലബ്ബുകൾക്കായി ബൂട്ടണിഞ്ഞ ഗ്ലൗഡർ തന്റെ സീനിയർ കരിയറിൽ മെജോറിറ്റി മത്സരങ്ങൾ സ്പെയിനിലെ 3rd ഡിവിഷനിലും 2nd ഡിവിഷനിലുമാണ് കളിച്ചിട്ടുള്ളത്. 2018-19 കാലയളവിൽ ഫുവൻലബ്രാഡ എന്ന 3rd ഡിവിഷൻ സ്പാനിഷ് ക്ലബ്ബ് അവരുടെ ചരിത്രത്തിൽ ആദ്യമായി 2nd ഡിവിഷനിലേക്ക് ക്വാളിഫൈ ചെയ്തപ്പോൾ ഗ്ലൗഡർ അതിൽ വലിയൊരു പങ്ക് വഹിച്ചിരുന്നു. പിന്നീട് ഐബാർ, അൽബസെറ്റ്, കഡീസ് എന്നീ ക്ലബ്ബുകൾക്കെല്ലാം ഗ്ലൗഡർ 2nd ഡിവിഷനിൽ കളിച്ചു. കഴിഞ്ഞ 2023-24 സീസണിന് ശേഷം ലാ ലീഗയിൽ നിന്നും റെലഗേറ്റ് ആയി 2nd ഡിവിഷനിലേക്ക് വന്ന കഡീസിന് വേണ്ടി
12 ലീഗ് മത്സരങ്ങളും 2 കോപ്പ ഡെൽ റേ മാച്ചും ഈ കൊല്ലം ഗ്ലൗഡർ കളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3-4 മാസങ്ങളായിട്ട് തന്റെ അടുത്ത ക്ലബിനായിട്ടുള്ള തെരച്ചിലാണ് ഈ സ്പാനിഷ് താരം. ഒരു സ്പാനിഷ് താരം ആയതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റിലെ മറ്റു പല ഡിഫൻഡർമാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഗ്ലൗഡറിന്റെ ടെക്നിക്കൽ എബിലിറ്റി കുറച്ചുകൂടെ ബെറ്റർ ആണ്. പിന്നെ ഈ ലീഗിൽ വന്ന് സ്റ്റാർ ആയ സ്പാനിഷ് ഡിഫൻഡർമാരുടെ ചരിത്രമൊന്നും ഞാനിനി വീണ്ടും വിളമ്പണ്ടല്ലോ. ടിറി ആയാലും ഒഡയോനെൻഡി ആയാലും ആൽബർട്ടോ റോഡ്രിഗേസ് ആയാലും ഈ നാട്ടിൽ വന്ന് കപ്പടിച്ച സ്പാനിഷ് സെന്റർ ബാക്കുകളാണ്. ഒരു ലെഫ്റ്റ് ഫുട്ടഡ് പ്ലെയർ ആയതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സെന്റർ ബാക്ക് റോളിൽ മിലോസിന് ഒരു ലൈക്ക് ഫോർ ലൈക്ക് റിപ്ലേസ്മെന്റ് ആയിരിക്കും ഗ്ലൗഡർ എന്ന് വരെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഏകദേശം 5.6 കോടി രൂപയാണ് ഗ്ലൗഡറിന്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ. പക്ഷേ ഒരു ക്ലബ്ബുമായിട്ട് കോൺട്രാക്റ്റിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ 0 ട്രാൻസ്ഫർ ഫീസ്, ജസ്റ്റ് സാലറിയും പറ്റിയാൽ ഒരു ബോണസും കൊടുത്താൽ തീർച്ചയായിട്ടും നമുക്ക് സൈൻ ചെയ്യാവുന്ന ഒരു പ്ലെയർ ആണ്. 4ാമത്തെ പ്ലെയർ മാറ്റി പിയർസൺ, ഈ ലിസ്റ്റിലെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡിഫൻഡർ. ഇംഗ്ലണ്ടിലെ 5ാമത്തെ ഡിവിഷനിൽ തുടങ്ങി 2nd ഡിവിഷനായ ചാമ്പ്യൻഷിപ്പിൽ വരെ 6 ക്ലബ്ബുകൾക്കായി 13 സീസണുകളിൽ 450 മത്സരങ്ങൾ കളിച്ച ആ ഒരു പരിചയ സമ്പത്താണ് മാറ്റി പിയേഴ്സണുള്ളത്. ഈ 2024-25 സീസണിൽ ഇപ്പൊ 3rd ഡിവിഷനിലുള്ള മുൻപ് പ്രീമിയർ ലീഗ് ക്ലബ് ആയിരുന്ന ഹഡേഴ്സ്ഫീൽഡ് ടൗണിന് വേണ്ടി 29 മത്സരങ്ങളിലാണ് പിയേഴ്സൺ കളിച്ചത്. പക്ഷേ ഓൾറെഡി റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു ഈ സീസണിന്റെ ഒടുവിൽ ക്ലബും പിയേഴ്സണും തമ്മിൽ പുതിയൊരു കരാറിൽ ഏർപ്പെടുകയില്ലെന്ന്. സോ ടെക്നിക്കലി പിയേഴ്സൺ ഒരു ഫ്രീ ഏജന്റ് ആവാൻ പോവുകയാണ്. 31 വയസ്സുള്ളത് കൊണ്ട് തന്നെ ഇംഗ്ലണ്ടിലെ 3rd ഡിവിഷന് മുകളിലുള്ള ഒരു ക്ലബും ഇനി പിയേഴ്സനെ പ്രിഫർ ചെയ്യാനുള്ള ചാൻസ് ഇല്ല. പക്ഷേ ISLന്റെ ഒരു ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഹി ഈസ് എ ഗുഡ് സൈനിങ്. ഇംഗ്ലണ്ടിലെ ലോവർ ലീഗുകൾ എന്ന് പറഞ്ഞാൽ വളരെ ടഫും ഡിമാൻഡിങ്ങും ആണ്. ഞാൻ ഏകദേശം 2017 തൊട്ട് 2020 വരെ ഈ ലോവർ ലീഗുകളെ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഫോളോ ചെയ്തിരുന്നു. ആൻഡ് എൻ്റെ കയ്യിൽ ഒരു വലിയ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ട്. ഞാൻ അതെൻ്റെ പേഴ്സണൽ സ്പേസിൽ പലരോടും പറഞ്ഞിട്ടുണ്ട്. പ്രീമിയർ ലീഗിലേക്ക് പ്രൊമോഷൻ നേടി വരുന്ന ഒരു ടീമിന് സർവൈവ് ചെയ്യാനുള്ളതിനേക്കാളും പാടാണ് ആ ടീമിന് ചാമ്പ്യൻഷിപ്പ് എന്ന ലീഗിൽ നിന്നും പ്രൊമോഷൻ നേടിയെടുക്കാൻ. കാരണം ആ ഒരു ലീഗിന്റെ സ്ട്രക്ചർ അങ്ങനെയാണ്. കുറെ ഇന്റിമിഡേറ്റിംഗ് ആയിട്ടുള്ള സ്റ്റേഡിയങ്ങൾ, ഏകദേശം 46 മത്സരങ്ങൾ അടങ്ങിയ ഒരു ലീഗ് സീസൺ, അതിനുശേഷം പ്ലേ ഓഫ് മത്സരങ്ങൾ, അങ്ങനെ ഒരുപാട് ചാലഞ്ചുകളുണ്ട്. അതുകൊണ്ട് തന്നെ ചാമ്പ്യൻഷിപ്പ് ആയാലും ലീഗ് 1 ആയാലും ലീഗ് 2 ആയാലും അവിടെ നിന്നൊക്കെ ഒരു ക്ലബിന് ഉയർന്നു വരണമെങ്കിൽ അവർക്കൊരു മെന്റൽ ടഫ്നെസ് വേണം. പിയർസൺ ഇങ്ങനെ ഒരു ടഫ്നെസ്സിലൂടെ കടന്നുപോയ ഒരു പ്ലെയർ ആണ്. 2018-19 സീസണിൽ ലൂട്ടൺ ടൗൺ 3rd ഡിവിഷനിൽ നിന്നും ചാമ്പ്യൻഷിപ്പിലേക്ക് പ്രൊമോട്ടായി വന്നപ്പോൾ ഈ ഡിഫൻഡർ ആ ടീമിന്റെ ഒരു മെയിൻ ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതികൂലമായ സാഹചര്യങ്ങളിലും എങ്ങനെ ഒരു ലീഗ് ടൈറ്റിൽ അടിക്കാം എന്നുള്ള എക്സ്പീരിയൻസ് പിയേഴ്സണിലുണ്ട്. പിയേഴ്സന്റെ പാസിംഗ് എബിലിറ്റി ഈ ലിസ്റ്റിലെ ബാക്കിയുള്ള ഡിഫൻഡർമാരെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് വീക്കാണ്. അത് ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹം ഒരു നോ നോൺസെൻസ് ഡിഫൻഡർ ആണെന്നാണ്. കൂടുതൽ സാഹസത്തിനൊന്നും പോകുന്നില്ല, ചെയ്യേണ്ട ജോലി വളരെ ക്ലിയർ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കും. മാർക്കറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ ഏകദേശം 6.4 കോടി രൂപയാണ്. പക്ഷെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇംഗ്ലണ്ടിൽ ഇനി ഒരു ലോങ് ഫ്യൂച്ചർ പിയേഴ്സൺ എന്തായാലും ഉണ്ടാവില്ല. അപ്പൊ പിന്നെ ഇന്ത്യ പോലെ ഒരു രാജ്യത്തേക്ക് വന്ന് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാനുള്ള നല്ലൊരു ഓഫർ നമുക്ക് നൽകാനായാൽ ചിലപ്പോൾ ഈ പ്ലെയറിനെ നമുക്ക് സൈൻ ചെയ്യാം. 3ാമത്തെ പ്ലെയർ ലൂക്കാസ് പോസിഗ്നോളോ. ഈ ലിസ്റ്റിൽ നമ്മൾ സൈൻ ചെയ്യാൻ ഒട്ടും ചാൻസ് ഇല്ലാത്തൊരു പ്ലെയർ. പിന്നെ ഞാൻ എന്തുകൊണ്ട് ഈ ബ്രസീലിയൻ താരത്തിനെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തു എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? അത് ഞാൻ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്പർ 1, പുള്ളിയുടെ ക്വാളിറ്റി തന്നെയാണ്. ഇങ്ങനൊരു പ്ലെയർ വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആവാൻ പോകുന്നു എന്നൊരു സൂചന കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഓർത്തു, ദൈവമേ, ഇങ്ങനെയെങ്കിലും ഒരു വീഡിയോ ചെയ്ത് ആരെങ്കിലുമൊക്കെ ഇയാളെക്കുറിച്ചൊന്ന് അറിയട്ടെ എന്ന്. ചൈനീസ് സൂപ്പർ ലീഗ് ക്ലബ്ബായ സെയ്ജാങ് FCയിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ താരം അവരുടെ മെയിൻ സെന്റർ ബാക്ക് ആയിട്ട് കളിച്ചു വരികയാണ്. ഈ സീസണിൽ ഓൾറെഡി 10 ലീഗ് മത്സരങ്ങൾ കളിച്ചെങ്കിലും ഡിസംബറിന് ശേഷം ഇദ്ദേഹത്തിന് അവിടെ ഒരു കോൺട്രാക്ട് ആ ക്ലബ്ബ് നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പ്ലെയർ ചൈന വിടാനുള്ള ശ്രമത്തിലാണ് എന്നുള്ള റൂമറുകളും ഇതിനോടകം പരന്നു കഴിഞ്ഞു. ലൂക്കസിലേക്ക് എന്നെ ആകർഷിച്ചത് പുള്ളിയുടെ പാസിംഗ് റേഞ്ച് ആണ്. എനിക്ക് ഈ സെന്റർ ബാക്കുകളിൽ വളരെ അധികം ഇഷ്ടമുള്ള ഒരു ക്വാളിറ്റിയാണ് ബോൾ പ്ലേയിങ് എബിലിറ്റി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റ് എന്താണെന്ന് വെച്ചാൽ 1130 ഷോർട്ട് റേഞ്ച് പാസുകളും 1136 ലോങ് റേഞ്ച് പാസുകളും മാത്രം അറ്റംപ്റ്റ് ചെയ്ത ഈ താരം 2569 മീഡിയം റേഞ്ച് പാസുകൾ അറ്റംപ്റ്റ് ചെയ്യുകയും അതിൽ 2356 എണ്ണം കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്.
ഒരു സെന്റർ ബാക്കിനെ സംബന്ധിച്ചിടത്തോളം പാസിംഗ് റേഞ്ച് വളരെ ഇമ്പോർട്ടന്റ് ആണെങ്കിലും ഷോർട്ട് പാസുകളും ലോങ് പാസുകളും കൊണ്ട് മാത്രം അവരെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. സ്വന്തം ഹാഫിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയും മുട്ടിയും ഒരുപാട് ടച്ചസ് എടുക്കുന്ന ഒരു പ്ലെയറിനെ ഒരിക്കലും അവരുടെ ഷോർട്ട് പാസിംഗ് സക്സസ് റേറ്റ് കൊണ്ട് ജഡ്ജ് ചെയ്യാനാവില്ല. അതുപോലെ തന്നെ ലോങ് റേഞ്ച് പാസിംഗും എപ്പോഴും വർക്ക് ചെയ്യണമെന്നില്ല. അവിടെയാണ് ഈ മീഡിയം റേഞ്ച് പാസുകളുടെ ഒരു പ്രസക്തി വരുന്നത്. ബോൾ നല്ലോണം പ്രോഗ്രസ് ചെയ്യാനും ടീമിനെ കൂടുതൽ മുന്നോട്ട് നയിക്കാനും ഇങ്ങനെയുള്ള പാസുകൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ ബോളുമായിട്ട് മുമ്പോട്ട് വന്ന് എതിരാളികളുടെ ലൈനുകളെ ബ്രേക്ക് ചെയ്യാനുള്ള പാസുകൾ കളിക്കാൻ കെൽപ്പുള്ള ഡിഫൻഡർമാരെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. മുൻ ബ്രസീലിയൻ ക്യാപ്റ്റനായ തിയാഗോ സിൽവ കളിച്ച ഫ്ലുമിനൻസയ്ക്ക് വേണ്ടിയും ലൂക്കാസ് കളിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ആ ഒരു ക്വാളിറ്റി നമുക്ക് കാണാണ്ടിരിക്കാൻ പറ്റുമോ? 6.8 കോടി രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ള ഈ താരം ഈ ലിസ്റ്റിലെ ഏറ്റവും എക്സ്പെൻസീവ് പ്ലെയർ ആണ്. പക്ഷെ ഈ ഒരു കോൺട്രാക്ട് സിറ്റുവേഷൻ നമുക്ക് മുതലെടുക്കാനായാൽ അതിലും കുറഞ്ഞൊരു റേറ്റിൽ നമുക്ക് ചിലപ്പോൾ ഇവനെ അങ്ങ് റാഞ്ചാം. രണ്ടാമത്തെ പ്ലെയർ കർട്ടിസ് ഗുഡ്. നമ്മുടെ ക്യാപ്റ്റനായ എഡ്രിയൻ ലൂണയുടെ പഴയ ഒരു ടീംമേറ്റ് ആണ് ഈ ഓസ്ട്രേലിയക്കാരൻ. ശരിക്കും പറഞ്ഞ ഒരു പ്രോപ്പർ മെൽബൺ സിറ്റി ലെജൻഡ്. ഒരു യൂത്ത് താരമായിട്ട് ആ ക്ലബിൽ വന്ന് അവിടെ ഇംപ്രസ് ചെയ്ത് പിന്നീട് ഇംഗ്ലണ്ടിൽ കളിച്ച് തിരിച്ച് മെൽബൺ സിറ്റിയിൽ വന്ന് അടുപ്പിച്ച് 3 എ ലീഗ് പ്രീമിയർഷിപ്പ് ടൈറ്റിലാണ് ഈ ഒരു താരം വിൻ ചെയ്തത്. ഓസ്ട്രേലിയയിലെ ഈ ഹാട്രിക് കിരീട നേട്ടത്തിന് ശേഷം കർട്ടിസ് ഗുഡ് നേരെ തായ്ലൻഡിലെ ബുറിറാം യുണൈറ്റഡിലേക്ക് വന്നു. ഈ സീസണിൽ ബുറിറാം യുണൈറ്റഡ് തായ്ലൻഡിലെ ലീഗ് ലീഡേഴ്സ് ആണെന്ന് മാത്രമല്ല ഏഷ്യൻ ക്ലബ് ചാമ്പ്യൻഷിപ്പ് എന്ന ടൂർണമെന്റിന്റെ ഫൈനലിലും കയറിയിട്ടുണ്ട്. അതുപോലെ തായ്ലൻഡ് FA കപ്പിന്റെ സെമി ഫൈനലിലും കളിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ സീസണിന്റെ ഒടുവിൽ 1-2 ട്രോഫി കൂടെ ഈ താരം ജയിച്ചാൽ അതിൽ അത്ഭുതമൊന്നുമില്ല. 2014 വേൾഡ് കപ്പിൽ പരിക്ക് കൊണ്ട് ഓസ്ട്രേലിയൻ ടീമിന് പുറത്തിരിക്കേണ്ടി വന്ന കർട്ടിസ് ഗുഡ് ഒരു വിന്നിംഗ് മെന്റാലിറ്റി ഉള്ള പ്ലെയർ ആണെന്ന് മാത്രമല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്, നല്ല ഏരിയൽ എബിലിറ്റി ഉണ്ട്. നമ്മുടെ സെറ്റ് പീസിൽ നിന്നുള്ള പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാൻ ഇങ്ങനെ ഒരു ലീഡർ നമ്മുടെ ഡിഫൻസിൽ ഉണ്ടെങ്കിൽ അതൊരു വലിയ സൊല്യൂഷൻ ആവും എന്ന് എനിക്ക് തോന്നുന്നു. 32 വയസ്സുള്ള കർട്ടിസ് ഗുഡ് ഈ ലിസ്റ്റിലെ ഏറ്റവും പ്രായം കൂടിയ പ്ലെയർ ആണ്. വെറും 2.8 കോടി രൂപ മാത്രം ഇപ്പോൾ മാർക്കറ്റ് വാല്യൂ ഉള്ള ഈ സെന്റർ ബാക്ക് തീർച്ചയായിട്ടും നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു പ്ലെയർ ആണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നമ്പർ 1 പ്ലെയർ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇല്ലാത്തത് ഒരു വിന്നിംഗ് മെന്റാലിറ്റി ആണ്. ഒരു ട്രോഫി ജയിക്കുന്ന ഫീലിംഗ് എന്താണെന്ന് നമ്മൾക്ക് ആർക്കും അറിയില്ല. പക്ഷെ ഞാൻ ഈ പറയാൻ പോകുന്ന താരം താൻ കളിച്ച എല്ലാ രാജ്യത്തും ഇഷ്ടം പോലെ ട്രോഫികൾ അടിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ഫോട്ടോ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. എവിടേക്കോ നമ്മുടെ മാർക്കോ ലെസ്കോവിച്ചിന്റെ ചെറിയൊരു കട്ടില്ലേ? ക്രൊയേഷ്യൻ സെന്റർ ബാക്കായ മറ്റേ മിട്രോവിച്ച്. ഇതാണോ നമ്മൾ എല്ലാവരും മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ആ മാർക്കോ ലെസ്കോവിച്ച് റിപ്ലേസ്മെന്റ്? ബെൽജിയം, ക്രൊയേഷ്യ, തുർക്കി എന്നീ രാജ്യങ്ങളിൽ ആകെ മൊത്തം 11 ട്രോഫികൾ ജയിച്ച മിട്രോവിച്ച് ക്രൊയേഷ്യക്ക് വേണ്ടി 12 മത്സരങ്ങൾ കളിക്കുകയും അതിൽ 2 ഗോളുകളും നേടിയിട്ടുണ്ട്. 2016-17 തുർക്കിഷ് ക്ലബായ ബെസിക്ടാസിന്റെ ഒപ്പം ലീഗ് ടൈറ്റിൽ അടിച്ചത് മുതൽ 2021-22 ബെൽജിയൻ ക്ലബായ ക്ലബ് ബ്രൂഗയുടെ കൂടെ ചാമ്പ്യൻ ആയതുവരെയുള്ള 6 സീസണുകളിൽ ഓരോ സീസണിലും മിനിമം ഒരു ട്രോഫി എങ്കിലും ഈ ഒരു താരം ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. 2022 ക്ലബ് ബ്രൂഗ വിട്ട് ക്രൊയേഷ്യയിലേക്ക് തന്റെ പഴയ ക്ലബിലേക്ക് തിരിച്ചെത്തിയ ഈ താരം 2024 മുതൽ ഖത്തർ സ്റ്റാർസ് ലീഗിലെ അൽ അഹ്ലിക്ക് വേണ്ടിയാണ് ബൂട്ടണിയുന്നത്. നമ്മൾ ഈ ലിസ്റ്റിൽ നോക്കിയ ഡിഫൻഡർമാരിൽ ഏറ്റവും ബെസ്റ്റ് പാസ് കംപ്ലീഷൻ റേറ്റ് ആയ 83.9% മിട്രോവിച്ചിന് സ്വന്തം. പൊസിഗ്നോളിയെ പോലെ തന്നെ മീഡിയം റേഞ്ച് പാസ് കംപ്ലീഷനിൽ 91% കൂടുതൽ സക്സസ് റേറ്റ്. പക്ഷേ ഈ പ്ലെയറിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി അദ്ദേഹത്തിന്റെ ടാക്ലിംഗ് എബിലിറ്റി ആണ്. 72% മിട്രോവിച്ചിന്റെ ടാക്കിൾ സക്സസ് റേറ്റ്. വിന്നിംഗ് മെന്റാലിറ്റി, പാസിംഗ് റേഞ്ച്, ഡിഫെൻഡിങ് എബിലിറ്റി, ഈ 3 കാര്യങ്ങളും ഇത്ര നല്ലോണം ഒത്തുചേർന്ന് വരുന്ന വേറൊരു പ്ലെയർ ഈ ലിസ്റ്റിലില്ല. അതുകൊണ്ട് തന്നെയാണ് മിലോസിനെ റിപ്ലേസ് ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ടാർഗറ്റ് ചെയ്യേണ്ട ഡിഫൻഡർമാരിൽ നമ്പർ 1 പൊസിഷൻ ഞാൻ മിട്രോവിച്ചിന് നൽകിയിരിക്കുന്നത്. മാർക്കറ്റ് വാല്യൂ ഏകദേശം 6 കോടി രൂപയാണ്. പക്ഷേ കോൺട്രാക്ട് കഴിയാറായതുകൊണ്ട് തന്നെ നമുക്ക് അതിലും കുറച്ച് ഈ പ്ലെയറിനെ സൈൻ ചെയ്യാം. ഒരു 1.5 റിസർച്ച് തന്നെയായിരുന്നു ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സമയം ഈ വീഡിയോ ചെയ്യാൻ എടുത്തത്. ഇതുപോലെ തന്നെ ക്വാമെ പെപ്രയ്ക്കും ദൂഷാൻ ലഗത്തോറിനും പറ്റിയ 5 റിപ്ലേസ്മെന്റ്സിനെ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാനത് തീർച്ചയായിട്ടും ചെയ്യാം.
പിന്നെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓവറോൾ റീബിൽഡിംഗ് വീഡിയോയും ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ മിലോസ്, പെപ്ര, ലഗത്തോർ എന്നിവരുടെ 5 റിപ്ലേസ്മെന്റുകളുടെ വീഡിയോകൾ കഴിഞ്ഞിട്ട് ഇവരിൽ നിന്നും ആരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റീബിൽഡിംഗിലേക്ക് ഞാൻ സൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഒരു കംപ്ലീറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതല്ലേ നല്ലത്. എന്തായാലും എപ്പോഴത്തെയും പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും യു ടേക്ക് കെയർ. ബൈ ഫോർ നൗ.